നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത് മൊട്ടമൽ. ഞാനിന്ന് 2026 വർഷത്തെ വിഷുഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് വിഷുക്കണി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയത്തെ പറ്റിയിട്ടും സംക്രമ പുരുഷൻ എന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയിൽ ആ സംക്രമ പുരുഷൻ്റെ അവസ്ഥാവിലക്ഷണങ്ങളെ കൊണ്ട് വാർഷികമായിട്ടുള്ള ഒരു ഫലവിമർശനത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആയവ്യയ കന്ധായം എന്നുള്ള ചില ക്രിയകളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഏതൊക്കെ നക്ഷത്രക്കാർ ഗുണം ദോഷം എന്നുള്ള ഒരു കാര്യങ്ങളെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് കണി കാണുവാനും അതുപോലെ തന്നെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാനും നമ്മൾ മേഷവിഷുവിനെയാണ് പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം പൊതുവെ മംഗളകരമാകും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോൾ കണി ഒരുക്കുന്നതിൽ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം, വാൽക്കണ്ണാടി, ആധ്യാത്മികമായ ഗ്രന്ഥം, സ്വർണം, വെള്ളരിക്ക, ഫലമൂലാദികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണി കാണുന്നതിന് വേണ്ടി ഒരുക്കി വെക്കാറുണ്ട്. വളരെ ശുഭപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ കണി കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം, ഇപ്പോൾ സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടൻ രാശി. ആ ആദിത്യ ഭഗവാൻ മേടൻ രാശിയിൽ നേർരേഖയിൽ ഉദിക്കുന്ന സമയമാണ് മേഷവിഷു സംക്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ സംക്രമം എന്ന് പറയുന്നത് 2026 ഏപ്രിൽ 14 തീയതി 1201 മീനമാസം 31 ചൊവ്വാഴ്ച ഉദിച്ച് 5:47 ചെന്ന സമയം 8:40 ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ ദിവസം കുംഭൻ രാശിയിൽ ഇടവലഗ്നത്തിലാണ് മേഷവിഷു സംക്രമം. സംക്രമം ആയി ബന്ധപ്പെട്ടിട്ട് രാജാവ്, അതുപോലെ തന്നെ മന്ത്രി, സേനാധിപൻ, സസ്യാധിപൻ, ധാന്യാധിപൻ, പിന്നെ സംക്രമപുരുഷൻ്റെ വാഹനം, വസ്ത്രം, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ വർഷം കണി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 15 തീയതി ബുധനാഴ്ച ഉദയത്തിന് മുൻപ് 4:33 ശേഷം 5:07 മീനൻ രാശി കണി കാണാൻ, അതുപോലെ തന്നെ കാർഷികപരമായിട്ട് കൈവിത്തിടുവാനൊക്കെ ശുഭസമയമായിട്ട് പറയാം. അതുപോലെ ഈ വർഷത്തെ ചൈത്രാരംഭം, അതുപോലെ തന്നെ വിഷു സംക്രമം, മകരതുലാ സംക്രമങ്ങൾ, തിരുവാതിര, ഞാറ്റുവേല മുതലായ സമയത്തെ ഗ്രഹസ്ഥിതികൾ, രാജാതി ലക്ഷണങ്ങൾ ഇവയെ കൊണ്ട് അപഗ്രഥനം ചെയ്തതിൽ ഫലം ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയാം. പ്രധാനമായിട്ടും ദേശത്തെ ഗ്രസിച്ചിരിക്കുന്ന വ്യാപകമായ ലഹരിയുടെ ഉപയോഗം, അതുപോലെ തന്നെ വിലവർധന, ഇവയെ ഫലപ്രദമായി തന്നെ ഭരണാധികാരികൾ കർശനമായ നിയമം കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ കൊള്ളയും കൊലയും വർദ്ധിക്കാൻ അതുപോലെ തന്നെ സാധ്യതയുണ്ട്. കുടുംബങ്ങളിൽ അസഹിഷ്ണുത, പരസ്പര വിശ്വാസം കുറവ്, കലഹം, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളും സംഭവിക്കാനും ഇട കാണുന്നു. പുതിയ തലമുറയെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ലഹരിയെ നേരിടാൻ ജനങ്ങളും മുൻകൈയെടുക്കേണ്ടതായിട്ട് വരും. സ്നേഹബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന വിധ്വംസ പ്രവർത്തനവും അക്രമവാസനയും വർദ്ധിച്ചു വരാനും ഇട കാണുന്നു. ദേശ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഇത്തരം പ്രവണതയെ മുളയിലെ തന്നെ നുള്ളിക്കളയാനുള്ള നടപടികൾ ഉത്തരവാദപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. മതവിവേചനവും വർഗീയ വിദ്വേഷവും രാഷ്ട്രീയ സംഘടനകളും വർദ്ധിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് അത് തടയുവാനുള്ള ജാഗ്രതയും കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത ലോകനിലവാരത്തിലാക്കാൻ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായവും തേടേണ്ടതായി വരും. സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കാനുള്ള വൈദേശികളായ ഭീകരവാദികളുടെ കുത്സിത ബുദ്ധിയെയും പരാജയപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ആരോഗ്യരംഗം അലംഭാവം മാറ്റി മുൻകരുതലോടെ പ്രവർത്തിക്കണം. പകർച്ചവ്യാധികളുടെ സാധ്യതയും ഇനിയുമുണ്ട്. അയൽ രാജ്യങ്ങളുടെ നിസ്സഹകരണവും യുദ്ധഭീഷണിയും സംഭവിക്കാനിടയുണ്ട്. കാർഷിക രംഗത്ത് സാമാന്യം ഗുണമേ കാണുന്നുള്ളൂ. വർഷം 2 പറയാകയാൽ മഴയുടെ ഒരു കാര്യം അകാലത്തിലാണ് മഴ ലഭിക്കുക എന്നുള്ളതാണ്. കാലം തെറ്റിയിട്ടുള്ള മഴ ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കായിക രംഗം മികച്ച നിലവാരം പുലർത്തും. ശാസ്ത്ര സാങ്കേതിക രംഗത്തും അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഭാരതത്തിൻ്റെ
വടക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഭൂകമ്പം, പ്രളയം മുതലായ പ്രകൃതിക്ഷോഭങ്ങളും സംഭവിക്കാനിടയുണ്ട്. പ്രശസ്തരുടെ ദേഹവിയോഗവും ഈ വർഷത്തെ ഒരു ഫലമാണ്. പ്രകൃതിയെ മറന്ന് പ്രവർത്തിക്കാതിരിക്കുകയും നിരന്തരമായ ഈശ്വരാരാധനയും യാഗാദി സൽക്കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തെ നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ടിട്ട് ആയവ്യയ കന്ധായം എന്നുള്ള ചില ക്രിയകളിൽ ആദ്യശൂന്യ മഹാവ്യാധി, മധ്യശൂന്യ മഹദ്ഭയം, അന്ത്യശൂന്യ മനോദുഃഖം, ത്രിശൂന്യ മരണം ഭവിൽ, തിസ്ഥാനശൂന്യരഹിതേ സർവത്ര വിജയീ ഭവിൽ എന്നുള്ള ഒരു പ്രകരണമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആദ്യത്തിലും അന്ത്യത്തിലും മധ്യത്തിലും 3 ഭാഗത്തും ശൂന്യൊക്കെ വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പോൾ അവർക്ക് അല്പം ഒരു വർഷം വരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അശ്വനക്ഷത്രം, പൂയം, ആയില്യം, മകം, ചിത്ര, ചോതി, വിശാഖം, തൃക്കേട്ടക, പൂരാടം, തിരുവോണം, ചതയം, പൂരിട്ടാതി. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കുറച്ച് ദോഷമായിട്ടാണ് പറയുന്നത്. ദോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം ദോഷം എന്നുള്ളതല്ല, ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ, മനസ്സിന് ചില ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ഈ ഒരു വർഷം വരെ ശിവഭജനം നടത്തിക്കൊണ്ടിരിക്കുക പ്രധാനമായിട്ട്. അതുപോലെ തന്നെ പഞ്ചാക്ഷി ജപിക്കുക, രുദ്രാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം പോലുള്ള കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ ഇത് പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റ് നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു വിഷുഫലമായി ബന്ധപ്പെട്ടിട്ട് ഗുണകരമാണ്. എങ്കിലും ദശാവഹാരങ്ങൾ, മറ്റുള്ള വ്യാഴമാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.